ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പോകാം. കഴിഞ്ഞിട്ട് പറയാലോ, എന്തഭിപ്രായം ഉണ്ടെങ്കിലും ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ അന്ന് പറയാം. 4-ാം തീയതിക്ക് ശേഷം എത്ര സീറ്റ് കിട്ടും, UDF-ൻ്റെ എത്ര മെമ്പർമാർ ജയിച്ചു വരും, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാൻ ധാരാളം സമയമുണ്ട്. അതായത് ഇത്ര വല്ലാതെ ടെൻഷനിൽ 24 മണിക്കൂർ കൊണ്ട് തീരുമാനം എടുക്കേണ്ട വിഷയമൊന്നും ഇല്ലല്ലോ. സാധാരണ പ്രവർത്തനങ്ങളാണെന്ന് പറയും. ഇത് ഒരു മുതിർന്ന നേതാവ് KPCC പ്രസിഡന്റ് MP അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെട്ടാണ് ദേശീയ അധ്യക്ഷനോട് പറയുകയാണ്, ഇന്നയാളെ, അതായത് ഇവിടെ മത്സരിക്കാത്ത ഒരാളെ, MP ആയിരിക്കുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അല്ല, കോൺഗ്രസ് പ്രസിഡന്റിനെ ആർക്കും കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഖാർഗെയും കണ്ട ആൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ബാക്കിയുള്ളവർക്ക് 4-ാം തീയതിക്ക് ശേഷം അറിയാനേ താല്പര്യമുള്ളൂ. അപ്പോൾ ആര് പറയണം ആര് പറയണ്ട എന്നുള്ളതൊന്നും തീരുമാനിക്കാൻ ഞാനാളല്ല. അതൊക്കെ നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കേണ്ട കാര്യമാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഏതായാലും 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയും. അഭിപ്രായമൊക്കെ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. പക്ഷെ അത് പറയേണ്ട സമയം ഇതല്ല. അങ്ങനത്തെ ഒരു വ്യവസ്ഥയില്ല. ആര് തിരഞ്ഞെടുക്കുന്നുവോ ആ നേതാവ് 5 വർഷവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും. അത് CPM-കാരോട് ചോദിക്കണം, അത് ഞങ്ങളുടെ വിഷയമല്ലല്ലോ. പിണറായി വിജയനാണോ അതോ ജയിച്ചു വരുന്ന പുതിയ ആളാണോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട ചുമതല ഇത്തവണ ഇല്ല. അത് 2 തവണ ഞങ്ങളുടെ ടേം കഴിഞ്ഞു, 2 ടേം ഞങ്ങൾ കഴിഞ്ഞു. ഇനി അത് CPM-ൻ്റെ ആണ് ആ ടേം. ഇനി അവർ തീരുമാനിച്ചോട്ടെ. അല്ല, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ബംഗാളിൽ പോകുന്നതിന് തടസ്സമില്ലല്ലോ. അവിടെ ഞങ്ങളുമായിട്ട് സഖ്യമില്ലല്ലോ. തമിഴ്നാട്ടിൽ ഞങ്ങളുമായിട്ടുള്ള സഖ്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് അവിടെ പോകാൻ പ്രയാസം ഉണ്ടാവും. പക്ഷേ ബംഗാളിൽ പോകുന്നതിന് എന്താ തടസ്സം? ഇത് ബംഗാളിൽ പോയാൽ മോഡിക്ക് വല്ലതും തോന്നിയെങ്കിലോ എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ബംഗാളിൽ ഇത്തവണ പോകുന്നതിന് ഒരു തടസ്സവുമില്ല. സത്യം പറഞ്ഞു, ആകെ മാർക്സിസ്റ്റ് പാർട്ടി ഈ സ്റ്റേറ്റുകളിൽ കാര്യമായിട്ട് മത്സരിക്കുന്ന കേരളം കഴിഞ്ഞാൽ ബംഗാൾ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 5 സീറ്റും 2 സീറ്റൊക്കെ മത്സരിക്കുന്നുള്ളൂ. ബംഗാളാണ് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത്. ആ നിലയ്ക്ക് അദ്ദേഹം ബംഗാളിൽ പോകേണ്ടതാണ്. എന്താണ് പോകാത്തതെന്ന് അറിഞ്ഞുകൂടെ. പോയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മോഡിയെ പ്രയാസപ്പെടുത്തണ്ട എന്നുള്ള ധാരണ കൊണ്ടായിരിക്കാം. ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലൊക്കെ ഒന്ന് കറങ്ങുന്നു എല്ലാ ദിവസവും. അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ആലോചിക്കാനുള്ള സമയമില്ല. അതൊക്കെ 4-ാം തീയതിക്ക് ശേഷം, ഞാൻ പറഞ്ഞല്ലോ, പിണറായിക്ക് 28-ാം തീയതി വരെ ഉണ്ട് കാലാവധി. മെയ് 28-ാം തീയതി വരെ. 4-ാം തീയതി റിസൾട്ട് വരും. ധാരാളം സമയമുണ്ട് ആലോചിക്കാൻ. ഇപ്പോഴേ ആലോചിച്ച് ഇങ്ങനെ സമയം കളയുന്നതിന് പകരം റെസ്റ്റ് എടുക്കേണ്ടവർക്ക് റെസ്റ്റ് എടുക്കാം, കോൺസ്റ്റിറ്റ്യുവൻസി കറങ്ങേണ്ടവർക്ക് കറങ്ങാം. അതൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത്. എന്നാൽ പിന്നെ നാട്ടുകാർക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച കോൺഗ്രസിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ പ്രതികരിക്കുകയായിരുന്നു കെ മുരളീധരൻ. 4-ാം തീയതിക്ക് ശേഷം മാത്രം താനിതിൽ മറുപടി പറയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.